ഇപ്പോൾ നിൽക്കുന്നത് സേവാഭാരതിയുടെ ഈ രക്ഷാപ്രവർത്തകരാണ്. അവരിപ്പോൾ ഈ ബ്രിഡ്ജ് കടന്ന് അങ്ങോട്ടേക്ക് എത്തുവാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഈ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള തിരച്ചിലിൽ കൂടുതൽ ഇന്ന് ഈ തിരച്ചിലിൽ വേഗതയേറുമെന്ന് പറയാനുള്ള കാര്യം അവിടേക്ക് ഹിറ്റാച്ചി ഉൾപ്പെടെ എത്തിക്കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് തന്നെ ഈ ഈ സംഘടനാ പ്രവർത്തകർ കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നതോടുകൂടി കൂടുതൽ വേഗത്തിലാക്കാൻ വേണ്ടി ഈ മേഖലകളിലെല്ലാം കുടുങ്ങിക്കിടക്കുന്ന ഇനി ഒറ്റ ജീവനെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുവാൻ വേണ്ടി കഴിയുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഈ പരിപാലിച്ച് നിൽക്കുന്ന ഈ സേവാഭാരതി പ്രവർത്തകരുണ്ട്. അവർക്ക് തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ മേഖലയിലൂടെ കടന്ന് അപ്പുറത്തേക്ക് എത്തിയവരാണ്. നിരവധി പേർ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് കടക്കുകയാണ്. ഈ മുണ്ടക്കൈ ഭാഗത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ മേഖലകളിൽ കൂടുതലും വീടുകൾ തകർന്ന നിലയിലാണ്. വലിയ പാറക്കല്ലുകൾ മണ്ണൊക്കെ പതിച്ച് അങ്ങനെ രക്ഷപ്പെടുത്താനാവാത്ത വിധത്തിലേക്ക് കുറേയധികം മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അറിഞ്ഞത്. ഇന്നെങ്ങനെ ആയിരിക്കും നിങ്ങളുടെ രക്ഷാപ്രവർത്തനം ഈ ഒരു മേഖലയിലൊക്കെ? ഇന്നലെ കുറച്ച് ആളുകളൊക്കെ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ പുതിയ ടീമാണ് പോകുന്നത്. ഞങ്ങൾക്ക് എവിടെ കിട്ടിയത്? പുഞ്ചിരിമട്ടം എന്നുള്ള ആ സ്ഥലത്താണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം കിട്ടിയത്. ആ ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കും. തീർച്ചയായും അത് തന്നെയാണ്. ഇനി ഈ കഴിഞ്ഞ ദിവസം സേവാഭാരതിയുടെ തിരച്ചിലിന്റെ ഭാഗമായി മാത്രമല്ല മറ്റ് സംവിധാനങ്ങളും ഈ മൃതശരീരങ്ങൾ ദഹിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ വരെ ഈ മേപ്പാടി ഭാഗത്തേക്ക് ഉണ്ട് എന്നുള്ള കാര്യമാണ്. എല്ലാ വിധത്തിലും ഈ തയ്യാറായാണ് സേവാഭാരതി ഇവിടെ നിലവിലുള്ളത്. അങ്ങനെ തന്നെയല്ലേ ഈ എല്ലാ മേഖലയിലേക്കും എത്തിപ്പെടാനുള്ള ഒരു പ്രവർത്തനം സേവാഭാരതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്? അതെ 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 നമ്മൾ പരമാവധി മാക്സിമം നമുക്ക് അവസാനത്തെ മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ട് അവിടെ ഉള്ള മുഴുവൻ ഇപ്പം നമുക്കറിയാം നിലവിലെ സാഹചര്യം അറിയാം. അപ്പോൾ അവസാന ആളെയും കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് സേവാഭാരതി നടത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സേവാഭാരതി അതിനുള്ള സജീവമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മളെല്ലാ സജ്ജീകരണങ്ങളും കൂടി തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പരമാവധി എല്ലാ മേഖലയിലും എത്തി അവിടുത്തെ അവസാന ആളെയും കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സേവാഭാരതി ഇന്നും ഉദ്ദേശിക്കുന്നത്. ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. എന്തായാലും സ്വന്തം ജീവൻ പോലും പണയം വച്ച് ആ മേഖലകളിലൊക്കെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും ഇന്നും അങ്ങോട്ടേക്ക് തിരിക്കുകയാണ്. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ്. അതെ അതെ, എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് ഇവിടെ സേവാഭാരതിയുടെ പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും അതുപോലെ മുഴുവൻ സജ്ജീകരണങ്ങളുമായിട്ട് കയർ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണവുമായിട്ടാണ് മുഴുവൻ പ്രവർത്തകരും ഇന്നിവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളും, അത് ദുരിതാശ്വാസ മേഖലയായിക്കോട്ടെ, ക്യാമ്പുകളായിക്കോട്ടെ, അതുപോലെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന ഇതായിക്കോട്ടെ, എല്ലാ മേഖലകളിലും സേവാഭാരതിയുടെ പ്രവർത്തകർ സജീവമായിട്ട് തന്നെയുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് വിനോദ്. ഈ എല്ലാ മേഖലകളിലും സന്നദ്ധ സംഘടന എന്നുള്ള നിലയിൽ സേവന പ്രവർത്തനവുമായി സേവാഭാരതി എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മൃതശരീരങ്ങൾ ഒരുപാട് കണ്ടെടുക്കുന്നുണ്ട്. ആ മൃതശരീരങ്ങളൊക്കെ തന്നെ ഈ മേപ്പാടിയിലേക്ക് എത്തിക്കുമ്പോൾ അതൊക്കെ തന്നെ ദഹിപ്പിക്കുവാനുള്ള സംവിധാനവും അവിടെ തയ്യാറാണ്. അതോടൊപ്പം ഈ തിരച്ചിലിന്റെ ഭാഗമായി നിരവധി പേരാണ്, അതായത് ഓരോ മേഖലയിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഈ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അവരൊക്കെ ഇപ്പോൾ ഈ പരിപാലിച്ച് നിൽക്കുന്നത് ഈ സൈന്യം തയ്യാറാക്കിയിട്ടുള്ള ബെയിലി പാലത്തിലൂടെ മുണ്ടക്കൈയിലോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ്. രാവിലെ തന്നെ ഇത്രയധികം പ്രവർത്തകരാണ് ഈ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രവർത്തനം, രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ സജീവമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഈ ആദ്യഘട്ടത്തിലൊക്കെ വലിയ പ്രതിസന്ധി നേരിട്ട ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഈ പാലവും സൈന്യം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ വേഗത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് തന്നെയല്ലേ? നമ്മുടെ സേവാഭാരതി ഈ ഒരു ദുരന്തം നടന്ന സമയത്ത് തന്നെ ഇവിടെ സന്നദ്ധരായിട്ട് വന്നിരുന്നു. ഇന്നും രാവിലെ തന്നെ ഇവിടെ എല്ലാവരും സജ്ജരായി നിൽക്കുകയാണ്. ഏതാണ്ട് 100ഓളം പ്രവർത്തകർ, വളണ്ടിയേഴ്സ് ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് പറയുന്ന നിർദ്ദേശപ്രകാരം, ഇവിടുത്തെ മിലിറ്ററി പറയുന്ന നിർദ്ദേശപ്രകാരം നമ്മുടെ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് നമ്മളെ സേവനം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് നമ്മളെല്ലാ സന്നാഹങ്ങളോടും കൂടി അതിന് വേണ്ടതായ ഉപകരണങ്ങളും എല്ലാ തയ്യാറെടുപ്പോടും കൂടി നമ്മളോട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടാവും. കൂടുതലായി ഈ ഭാഗത്ത് മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടെടുക്കുന്ന മൃതശരീരം ഈ പാലം വഴി ചൂരമലയിലേക്ക് എത്തിച്ച് ഇവിടെ നിന്ന് മേപ്പാടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ മറ്റ് സംവിധാനങ്ങളും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തയ്യാറാണെന്ന് അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് അവിടെ മേപ്പാടിയിൽ കൃത്യമായ രീതിയിൽ അവിടെ ഒരുക്കങ്ങളുണ്ട്. അവിടെ ഈ മരണാനന്തര ചടങ്ങുകളടക്കം ഉള്ള ഹിന്ദു ആചാരപ്രകാരവും എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് നമുക്കൊരു 50ലധികം മൃതശരീരങ്ങൾ അവിടെ ദഹിപ്പിക്കുവാനും സംസ്കരിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് നമ്മളവിടെ ഒരു 12 സംവിധാനങ്ങൾ അവിടെ നമ്മൾ സജ്ജമാണ്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ആ മൃതശരീരങ്ങളടക്കം
നമുക്കവിടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ അവിടെ സന്നദ്ധമാണ്. തീർച്ചയായും ഈ തിരച്ചിലിന് ഇപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ തന്നെ അറിയാം, പ്രായഭേദമന്യേ എല്ലാവരും ഈ ഒരു സേവന പ്രവർത്തനത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പേരാണ്. എത്രത്തോളം സേവാഭാരതിയുടെ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമുക്ക് 250-ലധികം പ്രവർത്തകന്മാർ ഇവിടെ പ്രവർത്തനം ആദ്യ ദിവസം മുതൽ തന്നെ നമുക്ക് തയ്യാറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്തുള്ള മലപ്പുറം, കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട്, വയനാട് ഇങ്ങനെയുള്ള ജില്ലകളിൽ അടക്കമുള്ള പ്രവർത്തകന്മാരിവിടെ സജീവ സാന്നിധ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ അമ്മമാരുടെ ഒരു വലിയ സംഘം തന്നെ മേപ്പാടിയിലുണ്ട്. അവിടെയുള്ള സഹോദരി സഹോദരന്മാരെ ആശ്വസിപ്പിക്കുവാനും അവരെ സമാധാനിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മാതൃവിഭാഗത്തിൻ്റെ പ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം എങ്ങനെയാണ്? നമ്മൾ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ ഭക്ഷണം, അതുപോലെ തന്നെ മരുന്ന്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവരെ ആശ്വസിപ്പിച്ച് അവരെ ഒപ്പം നിന്ന് നമ്മളെല്ലാവരും ഉണ്ട്, കൂടെയുണ്ട് സേവാഭാരതി എന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു അനുഭവം നമുക്കവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 70-ലധികം ക്യാമ്പുകളിൽ നമ്മുടെ സന്ദർശനവും നിത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതുതന്നെയാണ്, കൂടെയുണ്ട് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇവരുടെ എല്ലാം പ്രവർത്തനം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തിയവരാണ്. പ്രായഭേദമന്യേ ഈ തിരച്ചിലിന്റെ ഭാഗമാകുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് സജ്ജമായി ഇവിടെ എത്തിയിരിക്കുന്നു. എന്തായാലും ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്ന സന്നദ്ധ സംഘടനകളാണ് സേവാഭാരതി. അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സംഘടനകളുണ്ട്. അതോടൊപ്പം സൈന്യത്തിന്റെ ഈ ഒരു പ്രവർത്തനം, എന്തായാലും ഈ ഒരു ഒന്നിച്ചു ചേർന്നുള്ള പ്രവർത്തനം തന്നെയാണ് കൂടുതൽ പേരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. അതോടൊപ്പം ഈ പാലം തയ്യാറായി കഴിഞ്ഞു. പാലത്തിലൂടെ ഇനി ആ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗത്തിൽ അവിടേക്ക് എത്തുവാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വാഹനമൊക്കെ തന്നെ അവിടെ എത്തിച്ചു. അതോടൊപ്പം നിരവധി ഹിറ്റാജികളാണ് ഇന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് ഈ പാലം വഴി എത്തിയിട്ടുള്ളതെന്നാണ്. ഈ മേഖലകൾ, സോണുകൾ തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഇന്ന് എല്ലാ മേഖലയിലേക്കും എത്തിച്ചേരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ആ കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു പ്രദേശമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ കെട്ടിടങ്ങളൊക്കെ തകർന്ന നിലയിൽ കാലുവെച്ചാൽ ഈ താഴ്ന്നു പോകുന്ന സാഹചര്യം. അത്തരത്തിൽ ഒരു മഴ കൂടെ പെയ്തതോടുകൂടി ഈ മണ്ണിനുള്ളിലേക്ക്, ഈ ഇളകിക്കിടന്ന മണ്ണിനുള്ളിലേക്ക് വെള്ളം കൂടെ വന്നതോടുകൂടി അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ തന്നെ ഇന്ന് അതിൻ്റെയൊക്കെ പ്രവർത്തനം ഈ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തകരും അതോടൊപ്പം ഈ അവരുടെ ഭാഗമായി തന്നെ സേവാഭാരതിയുടെ നിരവധി പ്രവർത്തകരും ഇതുവഴി എത്തുന്നുണ്ട്. ഈ പാലം വഴി അങ്ങോട്ടേക്ക് കടക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ തിരച്ചിലിന്റെ ഭാഗമായി ഇന്ന് ഈ മുണ്ടക്കൈ ഭാഗം, അതോടൊപ്പം തന്നെ അവിടെ ബുദ്ധിമുട്ടേറിയ പ്രദേശത്ത് തന്നെയാണ് അവർ പോകുവാൻ തയ്യാറായി നിൽക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ ഇനി കാണുന്നത്. അവർ അങ്ങോട്ട് ഈ പാലം കടന്ന് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവിടെ എത്തിയ ശേഷം കൃത്യമായിട്ടുള്ള ക്രമീകരണത്തോടു കൂടി, സംഘടനാ സംവിധാനത്തോടു കൂടി തന്നെ അവരെ ഓരോ മേഖലകളിലേക്ക് തിരിച്ച് വിടും. അവിടെ നിന്നുമുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും വളരെയധികം ബുദ്ധിമുട്ടേറിയ പ്രദേശത്തേക്ക് ഈ ഇത്തരത്തിൽ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി കടന്നു ചെന്ന് അവിടെ ഈ സേവന പ്രവർത്തനം, അതോടൊപ്പം ഈ തിരച്ചിലിന്റെ ഭാഗമാകുവാനുള്ള ഒരു അതിനുവേണ്ടി എത്തിയിട്ടുള്ള പ്രവർത്തകരാണ് ഇവരൊക്കെയും. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് നേരത്തെ ഈ സൈന്യത്തിന്റെ പ്രവർത്തനം. അതോടൊപ്പം ഓരോ സന്നദ്ധ സംഘടനകളും ഇവിടെ എത്തുന്നുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനം ഈ മേഖലകളിൽ സജീവമായിട്ട് തന്നെ തുടരുകയാണ്.